സോ അപ്പോൾ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ക്ലയന്റിന് മനസ്സിലായി എന്നുള്ളത് ഈ പറഞ്ഞ ക്വിക്കായിട്ട് വാഷ് ചെയ്യണം അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷന്റെ ആവശ്യം അവിടെ ഉണ്ടോ? വാട്ട് ഇന്റർവെൻഷൻ വുഡ് ദ നഴ്സ് ആന്റിസിപ്പേറ്റ് ദാറ്റ് the physician will order adding a partial rebreather mask to the current prescription food അല്ലെങ്കിൽ ഫുഡ് സ്റ്റാഷിംഗ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ കുഞ്ഞിനുണ്ട്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് DOH എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ബേസിക്കലി നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അതിന്റെ ഗ്രാമറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോ ചിലപ്പോൾ മേ ബി അതിന്റെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതിലോ ഓപ്ഷൻസിലോ ഒക്കെ ചെറിയ ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകാം കേട്ടോ. മേ ബി ചാൻസ് മാക്സിമം നമ്മൾ കുറച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പം എങ്കിലും അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ നമുക്കറിയാം DOH എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് അതിന്റെ ക്വസ്റ്റ്യൻസ് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമുക്ക് കിട്ടത്തില്ല. സോ അതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അതിന്റെ ഓപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അതായത് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ കേട്ടോ, വായിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിയുമെന്നുണ്ടെങ്കിലല്ല, അത് കഴിയും, ഉറപ്പായിട്ട് കഴിയും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോകാൻ കഴിയും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ENT റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എ ക്ലയന്റ് ഹാസ് ഹാഡ് same day surgery to insert a ventilating tube into the tympanic membrane അല്ലേ. അതായത് tympanic membrane ഒരു വെന്റിലേറ്റിംഗ് ട്യൂബ്, നമ്മൾ അതിനെ സാധാരണ tympanostomy എന്നാണ് പറയുക അല്ലേ. സോ വിച്ച് സ്റ്റേറ്റ്മെന്റ് assures the nurse that the client understand the discharge instructions കേട്ടോ. സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഡിസ്ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അപ്പോൾ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ക്ലയന്റിന് മനസ്സിലായി എന്നുള്ളത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക? ഓപ്ഷൻ എ നോക്കിയേ, ഐ വിൽ ബാത്ത് rather than take a shower for at least a week. Option B, I was told to try and avoid taking medications for pain. Option C, I need to wash my hair quickly, taking 2 minutes or less. Option D, swimming is allowed only if I keep my head above the water. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്തായിരിക്കാം നോക്കി. അതായത് ഇവിടെ ടിംബാനോസ്റ്റമി കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആണ്. ടിംബാനോസ്റ്റമി നമ്മൾ സാധാരണ ചെയ്യുക എന്തിനാണ്? ഈ പറയുന്ന ലൈക്ക് ഒരു സാധാരണ നമ്മുടെ ടിംബാനിക് മെമ്പറൈൻ ആണ് ഈ പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. സോ അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് പത്തോളജി ഒക്കെ വരുമ്പോഴത്തേക്കാണ് യൂഷ്വലി നമ്മൾ ഈ പറയുന്ന ടിംബാനോസ്റ്റമി എന്ന് പറയുന്ന സർജറി ചെയ്യുക അല്ലേ. സോ അതിന്റെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാൽ, ഐ വിൽ ബാത്ത് റാദർ ദാൻ ടേക്ക് എ ഷവർ ഫോർ അറ്റ്ലീസ്റ്റ് എ വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാഴ്ചത്തേക്ക് പേഷ്യന്റ് ബാത്ത് ചെയ്യാൻ, കുളിക്കാനായിട്ടായിരിക്കും ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ കുളിക്കായിരിക്കും ചെയ്യുക, ദാൻ എ ഷവർ അല്ലെ. ഷവറിനെക്കാളും ബാത്തിങ് ആണ് പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി പ്രിഫർ ചെയ്യുക എന്നാണ് പറയുക. സോ അത് തമ്മിൽ ഈ ടിംബാനോസ്റ്റമി വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ബാത്ത് ചെയ്താലും ഷവർ ചെയ്താലും രണ്ടും ഇവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് സെയിം ആണ്. പക്ഷേ ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഈ ടിംബാനോസ്റ്റമി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ട്രീറ്റഡ് അല്ലാത്ത വാട്ടർ അല്ലെങ്കിൽ ഇമ്പ്യൂർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാട്ടർ ഉള്ളിലേക്ക് പോകരുത് എന്ന് നമ്മൾ നിഷ്കർഷിക്കാറുണ്ട് അല്ലേ. കാരണം ഇൻഫെക്ഷൻ വരാണ്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് നോക്കിയേ, അതുകൊണ്ട് ഇത് അല്ല കേട്ടോ, ഓപ്ഷൻ എ അല്ല അല്ലേ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബി നോക്കിയേ, ഐ വാസ് ടോൾഡ് ടു ട്രൈ ആൻഡ് അവോയ്ഡ് ടേക്കിംഗ് മെഡിക്കേഷൻസ് ഫോർ പെയിൻ. യൂഷ്വലി ഒബ്വിയസ്ലി പേഷ്യന്റ് പെയിൻ ഉണ്ടാവും. സോ പെയിൻ മെഡിക്കേഷൻസ് ദേ ഹാവ് ടു ടേക്ക് അല്ലേ. പാരസെറ്റമോൾ, ബ്രൂഫിൻ പോലുള്ള മെഡിക്കേഷൻസ് അവർക്ക് എടുക്കാം പെയിൻ കുറയ്ക്കാനായിട്ട് അല്ലേ. അപ്പൊ അതും ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ സി നോക്കിയാൽ, ഐ നീഡ് ടു വാഷ് മൈ ഹെയർ ക്വിക്ലി ടേക്കിംഗ് 2 minutes ഓർ ലെസ്. എന്തിനാണ് ഈ പറഞ്ഞ ക്വിക്കായിട്ട് വാഷ് ചെയ്യണം അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. നോക്കിയാൽ ഓപ്ഷൻ ഡി നോക്കിയേ, സ്വിമ്മിങ് ഈസ് അലൗഡ് ഓൺലി ഇഫ് ഐ കീപ് മൈ ഹെഡ് അബവ് വാട്ടർ. അതായത് സ്വിമ്മിങ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ ഇവര്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. സ്വിമ്മിങ് അലൗഡ് ആണ്. എങ്ങനെയാണ്? ഈ തല നനയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെവി നനയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വിമ്മിങ് അലൗഡ് ആണ് എന്നാ പറയുക അല്ലെ. സോ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പേഷ്യന്റിന് ഏകദേശം ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ടിംബാനോസ്റ്റമി എന്ന് പറയുമ്പോഴത്തേക്ക്? ഉള്ളിലേക്ക് ഒരു ഓപ്പണിങ് അവിടെ മേക്ക് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് വാട്ടർ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് പാടില്ല അല്ലെ. സോ അത് ഏകദേശം പേഷ്യന്റ് മനസ്സിലായി എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഓപ്ഷൻ ഡി വരിക. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയാൽ ഇതാണ് ഒരു ടിംബാനോസ്റ്റമി എന്ന് പറയുന്നത്. നോക്കിയാൽ ടിംബാനിക് മെമ്പറിൽ ഒരു സർജറി മീൻസ് ഒരു ലൈക്ക് ഇൻസ്ട്രുമെന്റ് പോലെ അല്ലെങ്കിൽ ഒരു ഡിവൈസ് നമ്മൾ കീപ്പ് ചെയ്യുന്നു അവിടെ ഈ പറയുന്ന പ്രഷറൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പൊ നോക്കിയാൽ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. നോക്കിയേ, the nurse has provided self-care activity instructions to a client after the insertion of an internal
കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ അല്ലെ ICD. നോക്കിയാൽ ഇന്റേണൽ അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലാന്റബിൾ എന്നൊക്കെ പറയാറുണ്ട്. കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ കഴിഞ്ഞിട്ട് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. സോ അവിടെ സെൽഫ് കെയർ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ്. The nurse determines that there is a need for further teaching if the client makes which statement. ക്ലയന്റ് എന്ത് സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് പേഷ്യന്റ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം എന്ന് നേഴ്സിന് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുക. നോക്കിയാൽ അതായത് പേഷ്യന്റ് മനസ്സിലായില്ല എന്ന് അതായത് ഇതിനെക്കുറിച്ചുള്ള കെയർ എന്തൊക്കെയാണെന്ന് പേഷ്യന്റ് മനസ്സിലായില്ല എന്ന് നേഴ്സ് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻ നോക്കിയാൽ ഐ നീഡ് ടു അവോയ്ഡ് ഡൂയിങ് എനിത്തിങ് വേർ ദർ വുഡ് ബി റഫ് കോൺടാക്ട് വിത്ത് ദ ICD ഇൻസേർഷൻ. ചില ICD ഇൻസേർഷൻ സൈറ്റ് ഉണ്ട്, അവിടെയുമായിട്ട് റഫ് കോൺടാക്ട്, സോഫ്റ്റ് കോൺടാക്ട് ഇല്ല, റഫ് കോൺടാക്ട് വരുന്ന എന്തും എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനിൽ വരിക കേട്ടോ. അതായത് റഫ് കോൺടാക്ട് ഈ പറയുന്ന സൈറ്റിൽ ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യുക. ഓപ്ഷൻ ബി നോക്കിയേ ഐ ക്യാൻ പെർഫോം activities and operate heavy equipment such as lawn mower or tractor as I need to. അതായത് എനിക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം, ഈവൻ ഹെവി എക്യുപ്മെന്റ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ലോൺ മൂവർ പോലെയുള്ള അല്ലെ ഹെവി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഈവൻ ട്രാക്ടർ വേണമെങ്കിലും എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുക. ഓപ്ഷൻ സി നോക്കിയേ ഐ നീഡ് ടു ട്രൈ ടു അവോയ്ഡ് ഡൂയിങ് സ്ട്രെയിനസ് തിങ്സ് ദാറ്റ് വുഡ് മേക്ക് മൈ ഹാർട്ട് റേറ്റ് go up to or above the rate cut off of the ICD. അതായത് ഈ പറയുന്ന റേറ്റ് ഇപ്പം യൂഷ്വലി നമ്മൾ ICD ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ICD ഒക്കെ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു സെറ്റ് റേറ്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ. മേ ബി ഒരു 100 അല്ലെങ്കിൽ 110 ഒക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സെറ്റ് റേറ്റ് പറയാറുണ്ട്. സോ എന്താണ് ആ റേറ്റിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ICD ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ ആണ്, ICD ഒരു ഷോക്ക് ഡെലിവറി ചെയ്യും അല്ലേ. സോ അതുകൊണ്ടാണ് പറയുക ഐ നീഡ് ടു ട്രൈ to avoid doing strenuous things that would make my heart rate go up or above the rate cut off of the ICD. ICDയുടെ പറഞ്ഞിരിക്കുന്ന റേറ്റിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി നോക്കിയേ ഐ നീഡ് ടു കീപ് അവേ ഫ്രം ഇലക്ട്രോ മാഗ്നറ്റിക് സോഴ്സസ് സച്ച് ആസ് ട്രാൻസ്ഫോമേഴ്സ്, ലാർജ് ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സ് ആൻഡ് മെറ്റൽ ഡിറ്റക്ടേഴ്സ് ആസ് വെൽ ആസ് റണ്ണിങ് മോട്ടോഴ്സ് അല്ലേ. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉള്ള ആ ഒരു സോഴ്സസിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ കീപ്പ് അവേ ആയിട്ട് നിൽക്കണം എന്നാണ് പറയുക അല്ലേ. അപ്പൊ ഇതിലെ നോക്കിയേ നേഴ്സ് ഡിറ്റർമിൻസ് ദാറ്റ് ദർ ഈസ് എ നീഡ് ഫോർ ഫർദർ ടീച്ചിങ് ഇഫ് ദ ക്ലയന്റ് മേക്സ് വിച്ച് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ മനസ്സിലായില്ല എന്നുള്ളത് ഏത് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ നോക്കാം ഐ നീഡ് ടു അവോയ്ഡ് ഡൂയിങ് എനിത്തിങ് where there would be rough contact with ICD insertion site. ആ ഇൻസർഷൻ സൈറ്റിൽ റഫ് കോൺടാക്ട് ഒരിക്കലും വരാനേ പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും പേഷ്യന്റിന് സംഗതികളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം ഐ ക്യാൻ പെർഫോം ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേറ്റ് ഹെവി എക്യുപ്മെന്റ് സച്ച് ആസ് ലോൺ മൂവേഴ്സ് ഓർ ട്രാക്ടർ അല്ലെ. നോക്കിയേ നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഈ പറയുന്ന ICD ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആ സർജറി കഴിഞ്ഞതിന് ശേഷം ഹെവി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. വി ഹാവ് ടു വെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി നോക്കിയേ ഐ നീഡ് ടു ട്രൈ ടു അവോയ്ഡ് ഡൂയിങ് സ്ട്രെയിനസ് തിങ്സ് ദാറ്റ് വുഡ് മേക്ക് മൈ ഹാർട്ട് റേറ്റ് ഗോ അപ് ടു ഓർ അബവ് ദ റേറ്റ് കട്ട് ഓഫ് ഓഫ് ദ ICD. അതായത് ഈ പറഞ്ഞ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് ഒരുപാട് പോയി കഴിഞ്ഞാൽ ICD എന്താ സെൻസ് ചെയ്യുക, പേഷ്യന്റ് അരിത്മിയുണ്ട്, അത് കാരണം ICD ഒരു ഷോക്ക് ഡെലിവറി ചെയ്യും അല്ലെ. അപ്പൊ അതും പേഷ്യന്റ് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സോഴ്സിലേക്ക് നമ്മൾ സാധാരണ പോകാൻ പാടില്ല, കാരണം ഈ പറയുന്ന അതായത് ഹൈ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സോഴ്സിൽ നമ്മൾ പോകാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ICDs ചിലപ്പോൾ മേ ബി അത് മാൽ ഫംഗ്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഓപ്ഷൻ ഡിയും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും പേഷ്യന്റ് കാര്യങ്ങളൊക്കെ അത് റിലേറ്റ് ചെയ്തിട്ട് അറിയാം. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്താണ്? ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ എ ക്ലയന്റ് അറ്റ് റിസ്ക് ഫോർ റെസ്പിറേറ്ററി ഫെയിലുവർ ഈസ് റിസീവിംഗ് ഓക്സിജൻ വയ nasal cannula at 6 liters per minute അല്ലേ. The nurse reviews the ABG results. What intervention would the nurse anticipate that the physician will order for respiratory support for this client? കേട്ടോ നോക്കിയേ ഇവിടെ ഒരു പേഷ്യന്റ് അല്ലെ, ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്. പേഷ്യന്റ് എന്താണ് അറ്റ് റിസ്ക് ഫോർ റെസ്പിറേറ്ററി ഫെയിലിയർ കേട്ടോ. പേഷ്യന്റ് ഒരു റെസ്പിറേറ്ററി ഫെയിലിയറിന് റിസ്ക് ആണ് കേട്ടോ. പേഷ്യന്റ് എന്താണ് ഈസ് റിസീവിംഗ് ഓക്സിജൻ കിട്ടുന്നുണ്ട് വയ nasal cannula at 6 liters per minute. The nurse reviews the ABG results. What intervention would the nurse anticipate that the physician will order? അല്ലെ ഇവിടെ എന്ത്
ഇന്റർവെൻഷൻ ആണ് ഫിസിഷ്യൻ ഓർഡർ ചെയ്യുമെന്ന് നേഴ്സ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ഇവിടെ ABG റിസൾട്ട്സ് എന്താണ് വന്നേക്കുന്നത്? PH ഈ 7.29 അല്ലെ, PH 7.29 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ABG റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണ്. 1-2 ക്വസ്റ്റ്യൻ മിനിമം ആണ് ചോദിക്കാൻ ഉള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 49 millimeters of mercury. Next PO2, that is partial pressure of oxygen, is 58 millimeters of mercury. Then bicarbonate is 18 milliequivalents per liter അല്ലേ. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനും ഒരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകാം അല്ലെ, ഒരു കൺസേൺ ഒക്കെ ഉണ്ടാകാം അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ ഈ വാല്യൂസിനെയൊക്കെ കുറിച്ചിട്ട് അല്ലെ, ഈ എല്ലാ പാരാമീറ്റേഴ്സിനെയും കുറിച്ചിട്ട് നമ്മൾ നോർമൽ വാല്യൂസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചതിൽ ഒരു വാല്യൂവും ഇവിടെ ഇല്ല അല്ലെ. നോർമൽ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഇല്ല. സാധാരണ 1-2 എങ്കിലും ഒക്കെ നോർമൽ വാല്യൂസ് കാണാറുണ്ട്. ഇവിടെ ഒരെണ്ണം പോലും നോർമൽ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നോർമൽ ഇല്ലാത്തതെന്ന് പറഞ്ഞുതരാവേ. അപ്പൊ നോക്കിയേ, PH നമുക്കറിയാം എത്രയാ നോർമൽ? 7.35 അല്ലെ. 7.35 to ഒരു 7.45 ആണ് നോർമൽ PH എന്ന് പറയുക. സോ എനിത്തിങ് ദാറ്റ് ഇസ് ലെസ് ദാൻ 7.35 ഇസ് കൺസിഡർഡ് ആസ് acidosis അല്ലെ. സോ നമുക്ക് ഇവിടെ പറയാം, കൺഫേം ചെയ്തിട്ട് പറയാം എന്താണ്, പേഷ്യന്റ് ഈസ് ഹാവിങ് acidosis അല്ലെ. പേഷ്യന്റ് ഇവിടെ എന്താ വരിക? acidosis ആണ് വരിക. നെക്സ്റ്റ് നോക്കിയേ, PaCO2 ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എത്രയാണ്? 49 അല്ലെ. 49 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നോർമൽ PaCO2 എത്രയാണ്? നോർമൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ബിറ്റ്വീൻ 35 to 45 കേട്ടോ. 35 to 45 millimeters of mercury ആണ് ഒരു നോർമൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുക. സോ എനിത്തിങ് അബവ് 45 അല്ലെ, മുകളിലേക്ക് 45ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എസ്പെഷ്യലി കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പേഷ്യന്റ് ഈസ് ഹാവിങ് റെസ്പിറേറ്ററി അസിഡോസിസ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എന്താ, പേഷ്യന്റ് ഒരു റെസ്പിറേറ്ററി അസിഡോസിസ് ആണെന്ന് നമുക്ക് ഇത്രയും റിസൾട്ട് വെച്ചിട്ട് പറയാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് PaO2 അല്ലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണ്? 58 അല്ലെ. 58 millimeters of mercury. നോർമലി എത്രയാ വരിക? ഒരു 80 to 100 ഒക്കെ പേഷ്യൻസിന് വരേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് പറയാം കൃത്യമായിട്ട് പേഷ്യന്റ് ഹൈപ്പോക്സീമിയ പേഷ്യന്റ് ഉണ്ട്. പേഷ്യന്റ് ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. നെക്സ്റ്റ് നോക്കിയേ, ബൈകാർബണേറ്റ് 18, അതും നമുക്കൊരു കൺസേൺ ആണല്ലേ. നോക്കിയേ, 22 to 26 അല്ലെ, 22 to 26 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ് നോർമൽ ബൈകാർബണേറ്റ് ആയിട്ട് വരിക. സോ ഇവിടെ എന്താണ്, കുറഞ്ഞിട്ടാ വരിക അല്ലെ. അപ്പോ ബൈകാർബണേറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ആൽക്കലോസിസ് ആണ്, ബൈകാർബണേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും അസിഡോസിസ് ആണ്. പക്ഷെ എന്ത് അസിഡോസിസ് ആണ്? മെറ്റബോളിക് ആകണം അല്ലെ, ബൈകാർബണേറ്റ് കുറഞ്ഞതുകൊണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ABG ഇന്റർപ്രിട്ടേഷൻ നമ്മൾ നോക്കുകയാണ്, നമ്മൾ പറയുകയാണെങ്കിൽ we have to say that the patient is having mixed respiratory and metabolic acidosis എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു ABG ഫൈൻഡിങ്ങിൽ നിന്ന് നമുക്ക് ഇന്റർപ്രിട്ടേഷൻ കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല അല്ലെ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റർപ്രിട്ടേഷൻ അല്ല, പകരം എന്താണ്, എന്ത് ഇന്റർവെൻഷൻ ആയിരിക്കും നമ്മുടെ ഫിസിഷ്യൻ ലൈക്ക് പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇവിടെ പേഷ്യന്റ് ഏകദേശം ഒരു റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോയ ഒരു അവസ്ഥയാണ് ഫ്രം ദിസ് എന്താ നമ്മുടെ ABGയിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക. അപ്പൊ എന്തായിരിക്കും അവിടെ ഇന്റർവെൻഷൻ വരിക? ഓപ്ഷൻ എ, ഇൻറ്റുബേറ്റിംഗ് ഫോർ മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓപ്ഷൻ ബി, കീപ്പിംഗ് ദ ഓക്സിജൻ അറ്റ് 6 liters per minute വയ നേസൽ കാനുല. ഓൾറെഡി പേഷ്യന്റ് ഇത് പോവാണല്ലേ, ഇതുപോലെ തന്നെ പോവാണ്. അപ്പൊ നമുക്ക് ഇതൊരിക്കലും ആൻസർ വരത്തില്ല കേട്ടോ, കാരണം ഇവിടെ പേഷ്യന്റെ കണ്ടീഷൻ വേഴ്സൺ ആണ്. ഓപ്ഷൻ സി നോക്കിയാൽ ലോവറിംഗ് ദ ഓക്സിജൻ at 4 liters per minute വയ നേസൽ കാനുല അല്ലെ. കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ കുറയ്ക്കണം. ഓൾറെഡി പേഷ്യന്റ് ഹൈപ്പോക്സീമിയ ആണ്. സോ അതുകൊണ്ട് നമുക്കിത് കുറയ്ക്കുക എന്നുള്ളതും ഒരു ഓപ്ഷൻ അല്ല അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, ആഡിങ് എ പാർഷ്യൽ റീബ്രീത്തർ മാസ്ക് ടു ദ കറന്റ് പ്രിസ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ എന്താ ഒരു റീബ്രീത്തർ മാസ്ക് കൂടെ നമ്മൾ പേഷ്യന്റിന് കൊടുക്കാനായിട്ട് പറയുകയാണ് ചെയ്യുക ഈ ഒരു പ്രിസ്ക്രിപ്ഷന്റെ കൂടെ അല്ലെ. സോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും പേഷ്യന്റ് ഓൾറെഡി ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അറ്റ് ദ വേർജ് ഓഫ് റെസ്പിറേറ്ററി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു പാർഷ്യൽ റീബ്രീത്തർ മാസ്ക് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യണം എന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പേഷ്യന്റിനെ ഇന്റുബേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വൈ? ബിക്കോസ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ് ടു റെസ്പിറേറ്ററി ഫെയിലിയർ കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ക്ലിയർ ആയോ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. നെക്സ്റ്റ് നോക്കിയേ, ദ നഴ്സ് നോട്ടീസസ് old and new ecchymotic areas on an older adult client's arm and buttock support admission കേട്ടോ. ഒരു ഓൾഡർ ക്ലയന്റ് അല്ലെങ്കിൽ ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു ക്ലയന്റ് നമ്മുടെ ഏരിയയിൽ അഡ്മിഷന് വേണ്ടി വന്നു. അപ്പൊ നഴ്സ് എന്താ നോട്ടീസ് ചെയ്യുക? പേഷ്യന്റിന്റെ ആംസിലും ബട്ടക്സിലും ഒക്കെ
ഓൾഡ് ന്യൂ എക്കൈമോട്ടിക് ഏരിയാസ് ഉണ്ട് അല്ലെ, എക്കൈമോസിസ് ഉണ്ട് പേഷ്യന്റ്. എക്കൈമോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ആരെങ്കിലും അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഈ ബ്ലഡ് ഒക്കെ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒരു കളർ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാകാം. The client states to the nurse in confidence that the family members frequently hit me. എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യും, എന്നെ ഫ്രീക്വന്റ് ആയിട്ട് എന്നെ അടിക്കും, എന്നെ ഉപദ്രവിക്കും. യൂഷ്വലി അതുകൊണ്ടായിരിക്കും പേഷ്യന് എക്കൈമോസിസ് വന്നിരിക്കുന്നത് അല്ലെ. വിച്ച് തെറാപ്യൂട്ടിക് സ്റ്റേറ്റ്മെന്റ് വുഡ് ദ നേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഇൻ റെസ്പോൺസ്? ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നേഴ്സ് റെസ്പോൺസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? എന്തായിരിക്കാം നോക്കിയേ. ഓപ്ഷൻ എ, ഐ ഹാവ് എ ലീഗൽ ഒബ്ലിഗേഷൻ ടു റിപ്പോർട്ട് ദിസ് ടൈപ്പ് ഓഫ് അബ്യൂസ്. അതായത് എന്താണ് ഒരു തെറാപ്യൂട്ടിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടുള്ള എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അതായത് നേഴ്സ് പറയാണ്, എനിക്കൊരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള അബ്യൂസ് വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് ടു റിപ്പോർട്ട്. ഓപ്ഷൻ ബി നോക്കിയാൽ, ലെറ്റ്സ് ഗെറ്റ് ദിസ് ട്രീറ്റഡ് ആൻഡ് ഐ വിൽ മെയിൻറ്റെയിൻ കോൺഫിഡൻസ്. എന്താണ്, നമുക്കിത് ട്രീറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയുന്നത് ശരിയല്ലല്ലേ. കാരണം ഇവിടെ ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു ക്ലയന്റ് ആണ് അല്ലെ. അതായത് അത്യാവശ്യം ഒരു 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 എന്താ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അത് അങ്ങനെ ലീവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഓപ്ഷൻ സി നോക്കിയേ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് വേസ് ടു പ്രിവെന്റ് സമൺ ഫ്രം ഹിറ്റിംഗ് യു അല്ലെ. നമുക്ക് വേറെ ആരെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അടിക്കാണ്ടിരിക്കാൻ നോക്കാം അല്ലെ. അതിന്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല അല്ലെ. ഇവിടെ എൽഡർലി അബ്യൂസ് നമ്മളെ ഒരു രാജ്യത്തും എൽഡർലി അബ്യൂസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെ. ഇഫ് ദിസ് ഹാപ്പൻസ് അഗൈൻ യു മസ്റ്റ് കോൾ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇത് ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുക. അതും ഒരു ഓപ്ഷൻ അല്ല. എന്താണ്, ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. സോ ദ നേഴ്സ് ഹാവ് ഓൾ ദ ലീഗൽ ഒബ്ലിഗേഷൻ ടു റിപ്പോർട്ട് ദിസ് ടൈപ്പ് ഓഫ് അബ്യൂസ്. ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചു കൊടുത്താൽ മാത്രം മതി, നമുക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് നിങ്ങൾ പേടിച്ചു പോരുക. വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. പറഞ്ഞുതരാവേ. നോക്കിയാൽ, a parent of a teenage client diagnosed with an anxiety disorder is concerned about the teenager's progress after discharge അല്ലെ. ഇവിടെ ഒരു ടീനേജർ ഉണ്ട്, പുള്ളിക്കാരന് ആങ്സൈറ്റി ആണ്, ആങ്സൈറ്റി ഡിസോർഡർ ആണ്. അപ്പോ ഒബ്വിയസ്ലി അവിടെ പാരന്റ്സിന് അതൊരു കൺസേൺ ആണ് അല്ലെ. കൺസേൺഡ് അബൌട്ട് ടീനേജേഴ്സ് പ്രോഗ്രസ് ആഫ്റ്റർ ഡിസ്ചാർജ്. ദ പാരന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടീനേജർ stashes food, eats all the wrong things that causes hyperactivity and hangs out with the wrong crowd അല്ലെ. എന്ന് വെച്ചാൽ ഭക്ഷണം എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒളിപ്പിച്ച് വെക്കും, അത് പിന്നെ കഴിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു സ്റ്റാഷസ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റാഷിങ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ കുഞ്ഞിനുണ്ട്. ഇറ്റ്സ് ഓൾ ദ റോങ് തിങ്സ് ദാറ്റ് കോസ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, കഴിക്കും. ടീനേജർ ആണ് അല്ലെ. ആൻഡ് ഹാങ്സ് ഔട്ട് വിത്ത് റോങ് ക്രൗഡ് അല്ലെങ്കിൽ റോങ് ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യും, ഹാങ് ഔട്ട് ചെയ്യും, പുറത്തേക്ക് പോകും. ടു അസിസ്റ്റ് ദ പാരന്റ് വിത്ത് പ്രിപ്പയറിംഗ് for the teenager's discharge, the nurse advised the parent to implement which action in order to promote optimal health. ഒരു optimal health പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്ത് ആക്ഷൻ ആണ് നമ്മുടെ നേഴ്സ് അഡ്വൈസ് ചെയ്യുക നോക്കിക്കുക. ഓപ്ഷൻ എ, restrict the teenagers socializing time with school friends. Option B is considering taking time off to help the teenager readjust to the home environment. Option C, limit the amount of chocolate and caffeine products that are available in the home. Option D, keep the teenager out of school until the teenager can prove the ability to adjust the school environment. Okay. Option A, restrict the teenagers socializing time with the school friends അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നല്ല സ്കൂൾ ഫ്രണ്ട്സ്, അതിന് നല്ല സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു എൻകറേജ് അല്ലെ. അവരുടെ സോഷ്യലൈസിങ് ടൈമും അവരുടെ സോഷ്യലൈസേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു എൻകറേജ്. അപ്പൊ അവിടെ സ്കൂൾ ഫ്രണ്ട്സിനെ നമ്മൾ ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല ആസ് എ റെസ്പോൺസിബിൾ പാരന്റ്. ഓപ്ഷൻ ബി നോക്കിയേ, കൺസിഡറിങ് taking time off to help the teenager readjust the home environment അല്ലെ. അതായത് കൂടുതൽ ടൈം എടുത്തിട്ട് എന്താണ്, ഹോം എൻവയോൺമെന്റുമായിട്ട് റീഅഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അവിടെ ഇത് വളരെ ഒരു പ്രസക്തിയുള്ള ഒരു ഓപ്ഷനേ അല്ല അല്ലെ. ഓപ്ഷൻ ഡി നോക്കിയേ, keep the teenager out of school until teenager can prove the ability to adjust to the school environment. സ്കൂൾ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം വരെ ടീനേജറിന് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് നിർത്തിയേക്കാനാണ് അല്ലെങ്കിൽ സ്കൂളിൽ വിടാണ്ടിരിക്കാനാണ് പറയുക. നോക്കിയേ, ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ചൈൽഡ് അല്ലെങ്കിൽ അവിടെ സ്റ്റുഡന്റ് ടീനേജർ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷനുമായിട്ട് വെല്ലായിട്ട് അഡാപ്റ്റ് ചെയ്യണം അല്ലെ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്രത്തോളം മാറ്റി നിർത്തുമോ അത്രത്തോളം ഈ കുഞ്ഞിന് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിയാൽ, ലിമിറ്റ് ദ amount of chocolate and caffeine products
that are available in home. എന്തുകൊണ്ടാണ്? Why? Because നോക്കിയേ, ഇപ്പൊ നിങ്ങൾ കെഫീൻ എടുക്കുകയാണ്, നിങ്ങൾ ചോക്ലേറ്റ് എടുക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? That will lead to hyper activity. ഓൾറെഡി ഇവിടെ കുഞ്ഞിന് ടീനേജറിന് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്നാ പറയുകയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റിമുലൻസ് കൊടുത്തു കഴിഞ്ഞാൽ that will lead to increase in the frequency of occurrence of എന്താണ്? നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ലിമിറ്റ് ദ amount of chocolate and caffeine products that are available in the home. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള such thingsന്റെ എന്ത് ചെയ്യുക? അവൈലബിലിറ്റി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. സോ ദാറ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള DOH റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ DOH മാത്രമല്ല GCC എക്സാംസിന് അല്ലെങ്കിൽ GCC കൺട്രീസിലേക്കുള്ള എക്സാംസിന് ഉള്ള എല്ലാ കോച്ചിങ്ങും, ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങും നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാം നിങ്ങൾ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിച്ച് കോൺഫിഡന്റ് ആയതിനു ശേഷം മാത്രമേ എഴുതുക. നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അത്യാവശ്യം നല്ല ഡെപ്തിൽ തന്നെ കണ്ടന്റും ഒക്കെ കവർ ചെയ്ത്, അതായത് എല്ലാ കണ്ടന്റും നമുക്ക് ആവശ്യമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ഡെപ്തിൽ തന്നെ കവർ ചെയ്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് ഷുവർ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടി നിങ്ങളെ അയക്കുക. സോ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനുള്ള എല്ലാ ഭാഗ്യവും സർവേശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.